നമ്മുടെ ബിസിനസ് വൈറൽ ആകണമെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ നമ്മുടെ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന്. അതുവഴി നമ്മൾ ശരിക്കും നമുക്ക് വേണ്ട വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മ്യൂസിക് നൈറ്റ്. മൈസെൽഫ് CA ജോസൻ ടോണി, എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഗെയിം മെക്കാനിക്സ് ലെവറേജ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനെ വൈറലാക്കാം, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഗെയിം മെക്കാനിക്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് അതിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന, ഒരു ഗെയിമിൽ നമ്മുടെ പ്രോഗ്രസ് കൃത്യമായിട്ട് കാണിക്കുന്ന റൂളുകളും ഫീഡ്ബാക്ക് ലൂപ്പുകളും ലെവലുകളും ഒക്കെയാണ്. ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രസ് സ്കോറുകളുടെയും ലെവലുകളുടെയും രൂപത്തിൽ കൃത്യമായിട്ട് നമ്മൾ അറിയുന്നത് കൊണ്ടും അത് നമ്മൾ പോലും അറിയാതെ ഒരു ഇൻറ്റേർണൽ മോട്ടിവേഷനായി മാറുന്നത് കൊണ്ടുമാണ്. ഇതേ സിസ്റ്റം ഉപയോഗിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിനെ കൂടുതൽ ലോയലാക്കാനും അവരെ നമ്മുടെ പ്രൊമോട്ടേഴ്സ് ആക്കി മാറ്റാനും അതുവഴി ബിസിനസ്സിനെ നമുക്ക് വൈറലാക്കി മാറ്റാനും സാധിക്കും. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും ഗൂഗിൾ പേയുടെ സ്റ്റാമ്പ് ചലഞ്ച് ശ്രദ്ധിച്ചു കാണുമല്ലോ. ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും വ്യത്യസ്തമായ ഓരോ സ്റ്റാമ്പ് കിട്ടുന്നു. ആ സ്റ്റാമ്പിൻ്റെ സീരീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം 500 രൂപയുടെ ഒരു ക്യാഷ് ബാക്ക്. വളരെ നിസ്സാരമായ ഒരു പ്രൈസ് ആണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ ആവേശത്തോടെ ഈ ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും തങ്ങൾ ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ആവേശത്തോടെ അത് ഷെയർ ചെയ്യുന്നതും നമുക്ക് കാണാം. വളരെ ചെറിയ ചിലവിൽ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ തങ്ങളുടെ പ്രൊമോട്ടേഴ്സ് ആക്കി മാറ്റാൻ ഒരു ബിസിനസ്സിന് സാധിക്കുകയാണ്. ഇതാണ് ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് ലോജിക്കലി വളരെ ചെറുതാണെങ്കിലും അത്തരത്തിലൊരു ചലഞ്ച് അല്ലെങ്കിൽ ഗെയിം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഒരു മെൻ്റൽ റിവാർഡ് ഇത് വളരെ വലുതായിരിക്കും. ആ ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിയുമ്പം അത് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ആഗ്രഹവും കൂടുതലായിരിക്കും. കാരണം നമ്മളെല്ലാവരും സോഷ്യൽ കറൻസി അഥവാ നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ നിന്നും കിട്ടുന്ന മെൻ്റൽ സാറ്റിസ്ഫാക്ഷനെ വിലമതിക്കുന്ന ആൾക്കാരാണ്. ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്ലീസ് ഡു ചെക്ക് ഔട്ട് അവർ വീഡിയോ ഇൻ ദ ചാനൽ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നത്, അതിൽ നിന്ന് ഞാൻ ഇന്ന ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു എന്നത് നമ്മുടെ ഒരു കസ്റ്റമർ ഷെയർ ചെയ്യുമ്പം, സ്റ്റാറ്റസ് ഇടുമ്പം യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊമോഷൻ അല്ലേ. ഇതുകൊണ്ടാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞത്, നമ്മുടെ ബിസിനസ് വൈറൽ ആകണമെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ നമ്മുടെ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന്. അതുവഴി നമ്മൾ ശരിക്കും നമുക്ക് വേണ്ട വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് എൻജിനീയർഡ് വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റും കാണുന്ന പല ക്യാമ്പയിനുകളും ശ്രദ്ധിച്ചാൽ അതിലൊക്കെ ഈ ഒരു ഗെയിമിംഗ് മെക്കാനിസം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. 5 തവണ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 6ാമത്തെ പർച്ചേസ് ഫ്രീ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ ഇത്ര കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്യുന്നവരെ ലോയാലിറ്റി കാർഡ് നൽകി ആദരിക്കുമ്പോൾ, ചെറിയ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലക്കി ഡ്രോയിൽ അവസരം കൊടുക്കുമ്പോൾ, ഇനി സെൽഫി കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിന് ലൈക്ക് മേടിക്കുന്നത് ഒരു ചലഞ്ചായിട്ട് വെക്കുമ്പോൾ, ഇവിടെയൊക്കെ കസ്റ്റമേഴ്സ് പോലും അറിയാതെ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മളായിട്ട് തന്നെ ഒരു കാരണം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബിസിനസ്സുകളെ വൈറലാക്കുന്ന കൂടുതൽ സ്ട്രാറ്റജീസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ടൈപ്പ് ഔട്ട് വൈറൽ ഇൻ ദ കമൻറ്റ് ബോക്സ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. ആൻഡ് ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.